അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കൊണ്ടുവന്നാണ് വണ്ടി എന്ന് പറഞ്ഞത് പുതിയൊരു വണ്ടിയാണ്. നമ്മുടെ ഷോപ്പിലേക്ക് ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഈ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിൽ വീഡിയോ ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ എംറ്റി ആയിട്ടാണ് ഷോറൂമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട് സൈഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് അടക്കം വിത്തൗട്ട് സീറ്റ് അതേപോലെ തന്നെ വിത്തൗട്ട് എ സിയിൽ വണ്ടി കിട്ടും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. എ സി തൊട്ട് എല്ലാ ഭാഗങ്ങളും ഫുള്ള് പുതിയ വർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എക്സ്റ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡൽ കേലെയർ കയറ്റിയിട്ടുണ്ട്. അതുമ്പോൾ തന്നെ മൗസ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസൈഡ് അതുമ്പോൾ UFO ലൈറ്റ് അഡീഷണൽ ചേസർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BS6 മിറർ അതുമ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ബോർഡും അതേപോലെ തന്നെ 2 ബൗൺസിങ് ബോർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ബോണറ്റുമ്മ ചെറിയൊരു സിമ്പിൾ ഒരു ഡിസൈൻ കാര്യങ്ങൾ കൊടുത്ത് അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് ഗ്രിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് മാത്രം ബമ്പർ സ്കേർട്ടും അതേപോലെ തന്നെ ബമ്പർ ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ തന്നെയാണ് ഈ വണ്ടിയുടെ കസ്റ്റം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് റെയിൻ ഷെയ്ഡ് അതേപോലെ തന്നെ സ്ക്രീൻ അതായത് കർട്ടനും കൊടുത്തിട്ടുണ്ട്, സൈഡ് പൈപ്പ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ കുറച്ചും കൂടി ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു വണ്ടിയുടെ അലൈവ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അതും കൂടിയാണ് ഈ ഒരു വണ്ടിയുടെ ബെൻഡിങ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈഡ് ഭാഗത്തേക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്കും ഇത്രയ്ക്കാണ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇൻസൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ഒരുപാടധികം വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ TV ക്യാബിൻ, ഗ്ലാസ് ടൈപ്പ് ടോപ്പ്, 2 ബെർത്ത്, ഡക്റ്റിൻ ടൈപ്പ് ജിങ്കി AC ആണ് നമ്മൾ ഈ ഒരു വണ്ടിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അതായത് കമ്പനി AC-നെക്കാട്ടിയും കൂളിങ്ങും അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നമുക്ക് കസ്റ്റമറെ കൊണ്ട് വേറൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സ്പ്ലിറ്റേഴ്സ് വയ്ക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ജിങ്കിയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഡക്റ്റിൻ ടൈപ്പ് ബെർത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലേക്ക് സബ് വൂഫർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ ചെയ്തിട്ടുണ്ട്, പിന്നെ 2 സൈഡ് പോസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ സൈഡ് ബേഡ്, ഫ്ലോറ്. അതായത് ഒരു കമ്പനി വണ്ടി വന്ന് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു കണ്ടീഷനിൽ ഫുള്ള് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയത്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് തന്നെയാണ്. സീറ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സീറ്റിനും സെപ്പറേറ്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്പീക്കർ, ഒരു സബ്, ഒരു 4 ചാനൽ ലാമ്പ്, അതേപോലെ തന്നെ ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് സൗണ്ടും അതേപോലെ തന്നെ ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നമ്മൾ ഈ അതിനകത്തൊരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. ஸ்பீட் லைன் ஆனந்த் அவர்கிட்ட வண்டி கொடுத்துருந்தோம். நம்ம எக்ஸ்பெக்ட் பண்ணதை விட ரொம்ப நல்ல சூப்பராகவே பண்ணி கொடுத்துருக்காப்புல. ஒர்க்லாம் ரொம்ப நீட் அண்ட் க்ளீனாக இருக்குது. அண்டு எந்த டைம் ஃபோன் பண்ணாலும் ரெஸ்பான்ஸ் தான். எப்போ ஃபோன் பண்ணாலும் ரெஸ்பாண்ட் பண்ணி கிளியராக வந்து எது எது இருக்குது, என்ன பண்ண முடியும், பாசிபிலிட்டிஸ் என்னென்ன எல்லாமே கிளியராக அவங்க எக்ஸ்பிளைன் பண்ணிடுவாப்புல. நான் கொடுத்த மணிக்கு ஒர்த்தபுளான ஒர்க் பண்ணி கொடுத்துருக்காப்புல. ஏதாவது ஒரு ஒர்க்கு பிடிக்கல, அதாவது நமக்குள்ளே ஏதாவது ஒர்க் வந்து சரியில்லை, கொஞ்சம் பண்ணி கொடுங்க, மாற்றி கொடுங்க அப்படின்னா எந்த ஒரு முகசுளிப்புமே இல்லாமல் கேட்டால் மாதிரியே இல்லை ஓகே நான் இது பிடிக்கலையா உடனே மாற்றிக்கோங்க அப்படின்ற மாதிரி உடனே பண்ணி கொடுத்துருவாப்புல. ஸோ என்னை பொறுத்தவரையும் ஸ்பீட் லைன் வந்து ரொம்ப பெஸ்ட்டான ஒரு ஆப்ஷன். நான் நிறைய இடம் போனேன், கோயம்புத்தூரில் நிறைய இடம் போய் பார்த்தேன், நிறைய கொட்டேஷன் வாங்கினேன். ஆனால் இது எல்லாத்தோட எனக்கு ஒரு ரொம்ப பீஸபிளாகவும் ரொம்ப கன்வீனியண்ட்டாகவும் ரொம்ப ஃப்ளெக்சிபிளாகவும் இருந்தது ஸ்பீட் லைன் மட்டும்தான்.